പഞ്ചായത്തുകളുടെയും പ്രസിഡന്റുമാർ ഈ കാലയളവിൽ തങ്ങളുടെ പഞ്ചായത്തുകളിൽ എന്തൊക്കെ വികസന പ്രവർത്തനങ്ങൾ ചെയ്തു എന്നതിലേക്കൊരു തിരിഞ്ഞുനോട്ടമാണ് എന്റെ പഞ്ചായത്തിലൂടെ ലക്ഷ്യമിടുന്നത്. കൊല്ലം ജില്ലയിലെ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രകുമാറാണ് നമ്മളോടൊപ്പമുള്ളത്. സ്വാഗതം. കാർഷിക മേഖലയ്ക്ക് കൂടുതൽ പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകുന്ന പഞ്ചായത്താണ് ചാത്തന്നൂർ. പഞ്ചായത്തിൽ ഏറെയും കർഷകരാണ് ഉള്ളത്. കാർഷിക മേഖലയിലെ പ്രവർത്തനങ്ങൾ ഒന്ന് വിലയിരുത്താമോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് കാർഷിക മേഖലയിൽ പ്രത്യേക മുൻഗണന നൽകുന്ന പഞ്ചായത്താണ്. ഇത് ബഹുഭൂരിപക്ഷം ആൾക്കാരും കൃഷിയെ അവലംബിച്ച് ജീവിക്കുന്നവരാണ്. അപ്പം അത്തരം ആ മേഖലയിൽ നിരവധി പദ്ധതികളാണ് നമ്മൾ നടപ്പിലാക്കി വരുന്നത്. പഞ്ചായത്ത് ഈ കാർഷിക മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരന്തരം ഓരോ പദ്ധതികളിലും കാർഷിക മേഖലയ്ക്ക് പ്രത്യേകം വക മാറ്റി വെക്കാറുണ്ട്. അതോടൊപ്പം തന്നെ ഈ കാർഷിക മേഖലയ്ക്ക് കൂടുതൽ മുൻതൂക്കം നൽകുന്ന ഒരു പഞ്ചായത്താണെന്ന് പറയുന്നു. ഈ കർഷകർക്കായിട്ടുള്ള, അതായത് ഈ മുട്ടക്കോഴി വിതരണം, അതോടൊപ്പം തന്നെ ഈ കിടാങ്ങളെ നൽകുക തുടങ്ങിയ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നടന്നു വരുന്നുണ്ടോ? അതെ, അതുകൊണ്ടുണ്ട്. എല്ലാ മേഖലയിലും കാർഷിക മേഖലയോടൊപ്പം തന്നെ മൃഗസംരക്ഷണ മേഖലയ്ക്കും നമ്മൾ മുൻതൂക്കം നൽകുന്നുണ്ട്. കർഷകർക്കെല്ലാം തന്നെ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം അവിടെ നടക്കുന്നുണ്ടാവും. മൃഗപരിപാലനം തൊഴിലാക്കിയ ധാരാളം ക്ഷീരകർഷകർക്കും ഉണ്ട്. ധാരാളം ക്ഷീരസംഘങ്ങൾ ഞങ്ങളുടെ പഞ്ചായത്തിലുണ്ട്. അത് ക്ഷീരസംഘങ്ങളിലെ കർഷകർക്ക് പാലിന് സബ്സിഡി, അതോടൊപ്പം കാലിത്തീറ്റ സബ്സിഡി ഉൾപ്പെടെയുള്ള നിരവധി പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ്. ചാത്തന്നൂർ പഞ്ചായത്ത് അറിയാമല്ലോ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇത്തിക്കരയാറിന്റെ തീരത്തുള്ള ഒരു പഞ്ചായത്താണ്. നമ്മുടെ പഞ്ചായത്തിന്റെ വടക്ക് ഭാഗവും അതോടൊപ്പം പടിഞ്ഞാറ് ഭാഗവും ഇത്തിക്കരയാറാണ്. അതുകൊണ്ടാണ് കൂടുതൽ കൃഷിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളുമായി പഞ്ചായത്ത് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ പ്രധാനപ്പെട്ട പാടശേഖരങ്ങൾ, 4 പ്രധാനപ്പെട്ട പാടശേഖരങ്ങൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. വൈരിഞ്ഞം, ഇടനാട്, കുറങ്ങൽ, അതോടൊപ്പം മീനാട് എന്നീ വലിയ പാടശേഖരങ്ങൾ പഞ്ചായത്തിൽ ഉള്ളതാണ്. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത് കാർഷിക മേഖലയ്ക്ക് കൂടുതൽ മുൻതൂക്കം നൽകുന്നതെന്ന് സൂചിപ്പിച്ചത്. തീർച്ചയായും ഇട്ടിക്കര ആറിനോടടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ഗ്രാമപഞ്ചായത്താണ് ഈ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത്. ഏത് തരത്തിലാണ് ഈ ടൂറിസത്തിനെല്ലാം വലിയ രീതിയിലുള്ള ഒരു മുൻതൂക്കം നൽകാൻ ഈ ഒരു പഞ്ചായത്തിന് സാധിക്കുന്നുണ്ടോ? സാധ്യതകൾ എത്രത്തോളം ഉണ്ട് ഈ ടൂറിസം മേഖലയ്ക്ക്? ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള ഒരു മേഖലയാണ് ചാത്തന്നൂർ പഞ്ചായത്ത്. അത് നമുക്ക് തന്നെ മനസ്സിലാക്കാൻ വഴി ഇത്തിക്കര ആറിനോട് ചേർന്നുള്ള ചേന്നമത്ത്, കുറങ്ങൽ പാടശേഖരത്തിന്റെ കുറെ ഭാഗങ്ങൾ ഞങ്ങളിപ്പം ഈ ടൂറിസം പദ്ധതിക്ക് വേണ്ടി പ്രത്യേകമായി മാറ്റിവെച്ചൊരു മേഖലയായിട്ടാണ് നമുക്കിപ്പം കാണാൻ പറ്റുന്നത്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് നിരവധി ടൂറിസം പ്രവർത്തനങ്ങൾ ഭാവിയിൽ ഉണ്ടാകാനുള്ള സാധ്യത വളരെ വലുതാണ്. ഇത്തിക്കര ആറെല്ലാം സംരക്ഷിച്ചു വരുന്നുണ്ടോ ഇപ്പോൾ? ഇത്തിക്കരാറിന്റെ തീരങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിരവധി പദ്ധതികൾ, മേജർ മൈനർ ഇറിഗേഷൻസും വിവിധ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ ഫണ്ടുകൾ ഉപയോഗിച്ചൊക്കെ ഇത്തിക്കരാറിന്റെ തീരങ്ങൾ സംരക്ഷിച്ചു വരുന്നു. പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ എടുത്തു പറയുമ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതൊന്ന് മാലിന്യമുക്തം നവകേരളം എന്നൊരു ആശയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഏതൊക്കെ തരത്തിലാണ് ഇത്തരത്തിലുള്ള പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്? അതെ, ഞങ്ങളുടെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ഇപ്പം പ്രധാനമായി ലക്ഷ്യമിടുന്നത് ഈ ക്യാമ്പയിൻ തന്നെയാണ്. സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരള ജനകീയ ക്യാമ്പയിൻ. ജനകീയ ക്യാമ്പയിൻ ആകുമ്പോൾ സമൂഹത്തിലെ എല്ലാതരം ജനങ്ങളുടെയും സഹായം, എല്ലാതരം ആൾക്കാരെയും കൂട്ടുപിടിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ ലക്ഷ്യം കൈവരിക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ അതിന് പ്രധാനമായും നമ്മുടെ ഹരിതകർമ്മസേനയാണ് നമ്മുടെ പ്രധാനപ്പെട്ട ഇതിന്റെ ഈ മുഖ്യ പങ്ക് വഹിക്കുന്ന ഒരു സംവിധാനം. ജൈവ മാലിന്യങ്ങളും അജൈവ മാലിന്യങ്ങളും ഒരു വിഷയം തന്നെയാണ് പഞ്ചായത്തുകൾക്കെല്ലാം തന്നെ. അജൈവ മാലിന്യങ്ങൾ ഹരിതകർമ്മസേന വീട് വീടാന്തരം എത്തി ശേഖരിച്ചുകൊണ്ട് ആ രീതിയിൽ ഒരു വലിയ വിപ്ലവം തന്നെ നമുക്ക് ഈ മേഖലയിൽ സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ പഞ്ചായത്തിന്റെ പ്രവർത്തനങ്ങളിൽ ഈ അതിദരിദ്രമുക്ത പഞ്ചായത്താക്കാൻ ഒരുങ്ങുകയാണ് പഞ്ചായത്ത്. അതിലേക്ക് എങ്ങനെയാണ് എത്തിച്ചേരുന്നത്? അത് ഏറെക്കുറെ അടുത്തു തുടങ്ങിയോ? ഈ ഒരു പദ്ധതി പ്രഖ്യാപിക്കാനായോ? തീർച്ചയായും അത് ഏകദേശം ഒരു 100% മുകളിലാണ്. നമ്മുടെ ദരിദ്രരെ ഞങ്ങളുടെ പഞ്ചായത്ത് വളരെ കുറച്ച് എണ്ണം മാത്രമേ ഉള്ളായിരുന്നു. അവരെ സംരക്ഷിക്കുന്നതിനാവശ്യമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ മേഖലയിൽ നടന്നു വരുന്നുണ്ട്. ഡിജിറ്റൽ സാക്ഷരതാ രംഗത്തും മുന്നിൽ തന്നെയാണ് ഈ ചാത്തന്നൂർ പഞ്ചായത്ത്, അല്ലേ? തീർച്ചയായും ഡിജിറ്റൽ സാക്ഷരതാ രംഗത്തും വളരെയധികം മുന്നേറ്റം സൃഷ്ടിക്കാൻ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളിലേക്ക് എങ്ങനെയാണ് പഞ്ചായത്ത് എത്തിച്ചേർന്നത്?
അല്ലാതെ ഗവൺമെന്റിന്റെ നിർദ്ദേശവും ആണ് ഇതിനകത്ത് പ്രധാനം. ഗവൺമെന്റ് പറയുന്ന പദ്ധതികൾ ഏറ്റെടുത്ത് നടപ്പിലാക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കടമയാണ്. അത്തരത്തിൽ ഗവൺമെന്റ് ഏറ്റെടുത്ത് പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പഞ്ചായത്ത് 100% അത് നിർവഹിക്കുന്നതിന് പഞ്ചായത്ത് 100% കഴിയുന്നുണ്ടെന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഒപ്പം തന്നെ ഈ വലിയൊരു വേനൽക്കാലത്തെ അതിജീവിക്കാനുള്ള ഒരു മുന്നൊരുക്കത്തിലാണ് ഈ സംസ്ഥാനം ഒട്ടാകെ ഉള്ളത്. ഈ കുടിവെള്ളക്ഷാമം രൂക്ഷമാകുന്ന ഒരു പ്രദേശമാണോ? ആണെങ്കിൽ തന്നെ ഇത്തരത്തിലാണ് ഈ പഞ്ചായത്തിലെ ആളുകൾക്ക് കുടിവെള്ളമെല്ലാം എത്തിച്ചേർക്കുന്നത്? കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായ ഒരു പഞ്ചായത്തായിരുന്നു ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് ശരിക്കും. പക്ഷേ ബഹുമാനനായ ചാത്തന്നൂരിന്റെ MLA ശ്രീ GS ജയലാൽ അദ്ദേഹത്തിന്റെ ദാഹനീർ ചാത്തന്നൂർ പദ്ധതി വഴിയും അതോടൊപ്പം ജലജീവൻ മിഷൻ വഴിയൊക്കെ പദ്ധതി വഴിയൊക്കെ നമ്മുടെ പഞ്ചായത്തിലെ 98% വീടുകളിലും കുടിവെള്ളം എത്തിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ നമുക്ക് വലിയ ആശങ്കയില്ല ശരിക്കും. പഞ്ചായത്തിലെ ജനങ്ങൾക്കെല്ലാം വീടുകൾ, പാർപ്പിടം ഏത് തരത്തിലാണ് നിർമ്മിച്ച് പൂർത്തീകരിച്ച് നൽകാനായിട്ടുണ്ടോ? അതെ, അത് പിന്നെ എല്ലാ ഭരണസമിതികളും പ്രത്യേകം ഈ പാർപ്പിടം മേഖലയിലുള്ള കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്ന ഭരണസമിതികളാണ് ചാത്തന്നൂരിലെ മാറി മാറി വന്ന എല്ലാ ഭരണസമിതികളും. ഈ ഭരണസമിതി അതുപോലെ തന്നെ ലൈഫ് മിഷൻ പദ്ധതി വഴിയും അതോടൊപ്പം PMA വഴി പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതി വഴിയും വീടില്ലാത്തവർക്ക് വീട് നൽകുന്ന ലക്ഷ്യത്തിലേക്ക് ഞങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഒപ്പം തന്നെ ഗ്രാമവണ്ടി എന്നൊരു ആശയം ഈ കൊല്ലം ജില്ലയിൽ തന്നെ ആദ്യമായിട്ടാണ് ഈ ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്തിലാണ് ഇത്തരത്തിലൊന്ന് നടപ്പിലാക്കാൻ സാധിച്ചത് എന്നറിയാൻ സാധിക്കുന്നു. എങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്? ഇതിന്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ്? ഞാൻ നേരത്തെ സൂചിപ്പിച്ചില്ലേ, ഗ്രാമീണ മേഖലയിലുള്ള പഞ്ചായത്താണ് ചാത്തന്നൂർ പഞ്ചായത്ത്. അപ്പൊ ഗ്രാമീണ മേഖലയിലുള്ള ജനങ്ങൾക്ക് പിന്നെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി ഭരണസമിതി ആലോചിക്കുകയും KSRTCയുടെ സഹകരണത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ കഴിഞ്ഞത്. അത് വിജയകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗ്രാമവണ്ടി എന്ന പദ്ധതി കൊല്ലം ജില്ലയിൽ ആദ്യമായിട്ട് നടപ്പിലാക്കുന്ന പഞ്ചായത്ത് ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്താണ്. തീർച്ചയായും അത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വയോജന സൗഹൃദ പഞ്ചായത്ത് എന്നുള്ള ഒരു ആശയത്തിലേക്കും കൂടി എത്തി നിൽക്കുകയാണ് എന്നറിയാൻ സാധിക്കുന്നു. തീർച്ചയായും പഞ്ചായത്തിലെ കുടുംബശ്രീ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് അതേ മോഡലിൽ പഞ്ചായത്തിന്റെ എല്ലാ വാർഡുകളിലും വയോജനങ്ങളുടെ അയൽക്കൂട്ടങ്ങളും വയോജന ക്ലബ്ബുകളും രൂപീകരിച്ച് വരികയാണ്. ഏതാനും ദിവസങ്ങളൊക്കെ തന്നെ അതിന്റെ പൂർത്തീകരണം ഉണ്ടാകും. ഈ നിയോജക മണ്ഡലത്തിൽ തന്നെ ആദ്യത്തെ വയോജന സൗഹൃദ പഞ്ചായത്ത് എന്ന ലക്ഷ്യം കൈവരിക്കാൻ കഴിയും. അത് മാത്രമല്ല, ഞങ്ങൾ വയോജനങ്ങൾക്ക് വേണ്ടി നിരവധി പദ്ധതികളാണ് ആസൂത്രണം ചെയ്തിട്ടുള്ളത്. അത് അവർക്ക് വേണ്ടി ഹാപ്പിനെസ് പാർക്ക് എന്ന വലിയ സംവിധാനത്തിന്റെ പ്രാരംഭ നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ അത് അവരുടെ ഒറ്റപ്പെടൽ എന്ന ഒരു വലിയ ബുദ്ധിമുട്ടിൽ നിന്നും വയോജനങ്ങളെ സമൂഹത്തിന്റെ മുൻപന്തിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് നമുക്ക് ഈ പദ്ധതി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. തീർച്ചയായും നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതോടൊപ്പം തന്നെ സ്ത്രീകൾക്കും സ്ത്രീ ശാക്തീകരണം, കുടുംബശ്രീ, തൊഴിൽ സംരംഭം തുടങ്ങിയ രംഗങ്ങളിലെല്ലാം ഏതൊക്കെ തരത്തിലുള്ള ഇടപെടലുകളാണ് പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്? ചാത്തന്നൂർ പഞ്ചായത്തിന്റെ കുടുംബശ്രീ സംവിധാനം മാതൃകാ കുടുംബശ്രീ സംവിധാനമാണ്. അപ്പൊ അതുവഴി നിരവധി പേർക്ക് തൊഴിൽ നൽകും. സ്ത്രീകളുടെ ദാരിദ്ര്യ ലഘൂകരണവും അതോടൊപ്പം ശാക്തീകരണവും ലക്ഷ്യമാക്കിക്കൊണ്ടാണ് കുടുംബശ്രീ പ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് ഈ അടുത്ത കാലത്തായി കുടുംബശ്രീ തരിശായി കിടക്കുന്ന സ്ഥലങ്ങൾ ഏറ്റെടുത്ത് ഏക്കർ കണക്കിന് ഭൂമി ഏറ്റെടുത്തുകൊണ്ട് കൃഷി ചെയ്ത് വിഷരഹിതമായ പച്ചക്കറി നമ്മുടെ പഞ്ചായത്തിന്റെ പൊതുമാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നാട്ടുചന്തകളും ആഴ്ചച്ചന്തകളും മാസചന്തകൾ എന്നീ സംവിധാനങ്ങൾ വഴി നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കുന്നുണ്ട്. ഒരു വലിയ നമുക്ക് നല്ല ഒരു ആവേശം നൽകുന്ന പദ്ധതിയാണ്. തീർച്ചയായും ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് കൈവരിക്കുമ്പോൾ, നേട്ടങ്ങൾ സ്വന്തമാക്കുമ്പോഴൊക്കെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള വെല്ലുവിളികൾ നേരിടുന്നുണ്ടോ? അല്ല, അത്തരത്തിലൊരു വെല്ലുവിളി ആയിട്ട് എടുത്തു പറയാനില്ല. എല്ലാ വെല്ലുവിളികളെയും അതിജീവിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളതാണ് ഓരോ ഭരണസമിതിയുടെ മുന്നിലുള്ള ഒരു പ്രധാന ലക്ഷ്യം എന്നുള്ളത്. തീർച്ചയായും ഈ കാർഷിക മേഖലയ്ക്കെല്ലാം തന്നെ ഏറെ കൂടുതൽ മുൻതൂക്കം നൽകുന്ന ഒരു പഞ്ചായത്ത് കൂടിയാണ്. ഇത്തരത്തിൽ ഈ വന്യജീവി ആക്രമണം അടക്കമുള്ള സംഭവങ്ങൾ ഉണ്ടാകാറുണ്ടോ? അതിനെ എങ്ങനെയാണ് ചെറുക്കാൻ വേണ്ടിയിട്ടുള്ള എന്ത് പ്രവർത്തനങ്ങളാണ് പഞ്ചായത്ത് നൽകി വരുന്നത്? വന്യജീവി ആക്രമണം വലിയ രീതിയിൽ ഉണ്ടാകുന്നില്ലെങ്കിൽ കാർഷിക മേഖലയിൽ ഇപ്പം കർഷകർക്ക് വളരെയധികം ദുരിതം വിതയ്ക്കുന്ന പന്നികളുടെ ശല്യമുള്ളൊരു പഞ്ചായത്തായി മാറിയിട്ടുണ്ട്.
അതിന്റെ ഒരു വലിയ ബുദ്ധിമുട്ടിൽ ആശങ്കയിലാണ് കർഷകർ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിൽ ഒരു വെല്ലുവിളി. തീർച്ചയായും അതിനെ മറികടക്കാനുള്ള പ്രവർത്തനങ്ങളെല്ലാം തന്നെ പഞ്ചായത്ത് ആരംഭിച്ചു കഴിഞ്ഞിരിക്കും അല്ലേ? അതുമായി ബന്ധപ്പെട്ട് നിരവധി ചർച്ചകൾ നടന്നിട്ടുണ്ട്. അതിനെ എങ്ങനെ നമുക്ക് ആ ആ ഘട്ടത്തെ എങ്ങനെ തരണം ചെയ്യാന്നുള്ളതിനെ കുറിച്ച് ആലോചിച്ച് വരികയാണ്. തീർച്ചയായും. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഭാവി പദ്ധതികൾ എന്തൊക്കെയാണ് പഞ്ചായത്ത് ഇനി നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്? ഭാവി പദ്ധതികളിൽ ഇപ്പൊ ഈ ഭരണസമിതിയുടെ അവസാന ഘട്ടത്തിൽ എത്തിയിരിക്കുകയാണ്. നിരവധി പദ്ധതികൾ, അങ്ങനെ പ്രത്യേകിച്ച് ഒരു പദ്ധതിയിൽ എല്ലാ മേഖലയിലും, ആരോഗ്യ മേഖല, കാർഷിക മേഖല, വിദ്യാഭ്യാസ മേഖല, അങ്ങനെയുള്ള എല്ലാ മേഖലകളിലും നല്ല പദ്ധതികൾ ഏറ്റെടുത്ത് നടത്തണമെന്നാണ് ഭരണസമിതിയുടെ തീരുമാനം. അത്തരത്തിലുള്ള പദ്ധതിയുടെ ആസൂത്രണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ ഇപ്പം കായിക ഗ്രാമം, ഞാൻ ഇവിടെ പറഞ്ഞില്ലെന്ന് മാത്രം, കായിക ഗ്രാമം എന്നൊരു പദ്ധതി മറ്റുള്ള പഞ്ചായത്തുകളിൽ അന്ന് വ്യത്യസ്തമായി ഞങ്ങളുടെ പഞ്ചായത്തിലെ 11ഓളം കുട്ടികളെ നമ്മൾ ദത്തെടുത്തുകൊണ്ട് ദത്തെടുത്തുകൊണ്ട് അവർക്ക് വോളിബോൾ പരിശീലനം നൽകിക്കൊണ്ട് ഒരു ജില്ലാ സംസ്ഥാന മത്സരങ്ങളിൽ കളിക്കുന്നതിലേക്ക് കഴിവുള്ളവരാക്കി മാറ്റുന്ന ഒരു പദ്ധതിയാണ് കായിക ഗ്രാമം എന്ന പദ്ധതി. അപ്പൊ അതോടൊപ്പം തന്നെ നമ്മുടെ പഞ്ചായത്തിലെ കളിസ്ഥലങ്ങൾ, ഇപ്പോൾ ഞങ്ങളുടെ പഞ്ചായത്തിൽ 2 കളിസ്ഥലങ്ങളാണ് ഉണ്ടായിരുന്നത്. ആ 2 കളിസ്ഥലങ്ങളും ബഹുമാനപ്പെട്ട MLA അദ്ദേഹത്തിന്റെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് മൾട്ടിപർപ്പസ് ഫ്ലഡ് ലൈറ്റ് മിനി സ്റ്റേഡിയങ്ങളാക്കി മാറ്റിയിരിക്കുകയാണ്. ഈ അടുത്ത ദിവസം തന്നെ ഒരു സ്റ്റേഡിയത്തിന്റെ ഉദ്ഘാടനം ബഹുമാനപ്പെട്ട കായിക മന്ത്രി ശ്രീ വി അബ്ദുൾ റഹ്മാൻ നിർവഹിച്ചു. അടുത്ത മറ്റൊന്ന് അതിന്റെ നിർമ്മാണ ഘട്ടത്തിലാണ്. മാതൃകാപരമായ പ്രവർത്തനങ്ങൾ തന്നെയാണ് പഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നത്. ഒപ്പം തന്നെ ഈ ഗ്രാമീണ റോഡുകളുടെ എല്ലാം പ്രവർത്തനങ്ങൾ, ഈ ഗതാഗത യോഗ്യമായിട്ടുള്ള റോഡുകൾ ആണോ പഞ്ചായത്തിലുള്ളത്? ഞങ്ങളുടെ പഞ്ചായത്തിൽ നമുക്കിപ്പം നിലവിൽ 3 തരം റോഡുകളാണ് നമ്മുടെ മുമ്പിൽ ഉള്ളത്. അത് 3 തദ്ദേശ സ്വയംഭരണ സംവിധാനങ്ങൾ ഉപയോഗിച്ച് അതിന്റെ പ്രവർത്തനം അതിന്റെ സംരക്ഷണം നടത്തി വരികയാണ്. PWD റോഡുകൾ MLA ശ്രമഫലമായി നല്ല രീതിയിൽ അതിന്റെ മെയിൻ്റെനൻസ് നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നു. പുതിയ റോഡുകൾ നിർമ്മിച്ചു വരുന്നു. ജില്ലാ പഞ്ചായത്ത് അതേപോലെ ജില്ലാ പഞ്ചായത്തിന്റെ ആസ്തിയുള്ള റോഡുകളുടെ സംരക്ഷണം നടത്തുന്നു. പഞ്ചായത്തും അതുപോലെ തന്നെ റോഡുകളുടെ സംരക്ഷണം നല്ല രീതിയിൽ നോക്കി നടത്തി വരികയാണ്. തീർച്ചയായും. ചാത്തന്നൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ചന്ദ്രകുമാറാണ് നമ്മളോട് പഞ്ചായത്തിന്റെ ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ പങ്കുവച്ചത്. വരും വർഷങ്ങളിലും ജനഹിതം ഉചിതമാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി ശ്രീ ചന്ദ്രകുമാർ.